അതിരൂപതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിയിൽ പ്രതിഷേധവുമായി കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷൻ. തെറ്റുതിരുത്താൻ അധികാര കേന്ദ്രങ്ങൾ തയ്യാറാകണം. വിഴിഞ്ഞം സമരത്തെ തുടർന്നുള്ള കള്ളക്കേസുകളാണ് അക്കൗണ്ട് മരവിപ്പിക്കാൻ കാരണം. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മൂക്കുകയറിടരുതെന്നും കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷൻ വ്യക്തമാക്കി. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ചൂണ്ടിക്കാട്ടുകയാണ് കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷൻ. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? എന്താണ് അവർ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വളരെ പ്രധാനമാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന വിവരം ഇന്നലെ ഇടയലേഖനത്തിൽ തോമസ് ജെ നെറ്റോയാണ് പള്ളികളിൽ അവതരിപ്പിച്ചത്. ഇതിൽ പ്രധാനമായും ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് എന്നതാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ BJP സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. കേസുകൾ എടുത്തത് ഇടത് സർക്കാരാണ്. ഇവർക്ക് രണ്ട് സർക്കാരുകൾക്കെതിരായ പരോക്ഷ വിമർശനമായാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയാണ് ഈ ഇടയലേഖനം വായിച്ചത് എന്നതും ഓർക്കുക. ഈ ഇടയലേഖനത്തിന് പിന്നാലെയാണ് ഇന്ന് ലത്തീൻ സഭ തന്നെ ഇതുമായി ഈ വിഷയം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നടപടി പിൻവലിക്കണമെന്ന ആവശ്യമാണ് അവർ അറിയിക്കുന്നത്. ഇങ്ങനെ നടപടിയെടുത്തത് പ്രതിഷേധാർഹമാണെന്നും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ അറിയിക്കുന്നു. വിനീത. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.